അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷനൂഫ വേർഡ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം അതിൻ്റെ കൂടെ കുടിക്കുന്നവരാണോ? ഇത് നല്ല ശീലമാണോ? ആരോഗ്യകരമായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമെന്നാണ്. പലപ്പോഴും നാം ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ തന്നെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഭക്ഷണം വേണ്ടത്ര ചവച്ചരച്ച് ഇറക്കുന്നതിന് പകരം ഭക്ഷണം കഴിച്ച് അത് വിഴുങ്ങുകയാണ്. വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടെ അത് വിഴുങ്ങുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. വല്ലപ്പോഴും ഒരിക്കൽ ഇത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഇത് ബാധിക്കും. ഡൈജസ്റ്റിംഗ് സിസ്റ്റം വേണ്ടത്ര വർക്ക് ചെയ്യാതെ വരും. ഇതുകൊണ്ട് വേണ്ടത്ര രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ദഹനക്രിയ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ വായിൽ നിന്നാണ്. ദഹനത്തിൻ്റെ പ്രാഥമിക പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ചവച്ചരക്കുകളോടെ കൂടെ വേണ്ടത്ര ചെയ്തു കഴിഞ്ഞാൽ താഴേക്ക് പോവേണ്ടതാണ്. നമ്മുടെ മുൻഭാഗത്തുള്ള 2 പല്ലിൽ ബേസിക്കലി മൂർച്ചയുള്ള പല്ലുകളാണ്. അത് എന്തായാലും കട്ട് ചെയ്യുന്ന പല്ലുകളാണ് 2 സൈഡിലുള്ള പല്ലുകൾ എന്ന് പറയുന്നത്. ചവച്ചറക്കാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലാണ് പടച്ചവൻ സംവിധാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 സംവിധാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് ഇറക്കേണ്ടതുണ്ട്. പഴയ കാലത്തെ അമ്മമാരൊക്കെ അമ്മിക്കല്ലിൽ ഒരു കാര്യം അരക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടാനായിട്ട് അല്പം വെള്ളം ചേർക്കാറുണ്ട്. അപ്പോൾ അല്പം വെള്ളം ഇതിനും വേണ്ടേ എന്ന് നമുക്ക് തോന്നാം. വെള്ളം ആവശ്യമാണ്. പക്ഷേ ആ വെള്ളം വായ്ക്കകത്ത് തന്നെ ഉമിനീരായി ഉള്ളത് കൊണ്ട് എക്സ്ട്രാ വെള്ളം അവിടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പൾപ്പാക്കുന്ന പ്രോസസ്സിനെ അത് ബാധിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ചവച്ചരച്ച് പൾപ്പാക്കിയിട്ട് മാത്രമേ അകത്തേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ സിസ്റ്റത്തിനെ ഇതിനെ ദഹിപ്പിക്കാനും ആമാശയത്തിലുള്ള പ്രോസസ്സ് വളരെ ഈസി ആവുകയും ഡൈജസ്റ്റിംഗ് സിസ്റ്റത്തിലെ ഒരു തരത്തിലും അത് ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് സ്ഥിരമായി ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ദഹനപ്രക്രിയ വെള്ളം ഒത്തിരി കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ദഹനപ്രക്രിയ അത് ബാധിക്കുകയും ദഹനത്തിന് ഏതെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടായാൽ അത് കാരണമായി ഒരുപാട് ധാരാളം അസുഖങ്ങളുടെ കാരണമാണ് ഈ ഇല്ലായ്മ എന്നത്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുമ്പോൾ അവർ വിഴുങ്ങുകയാണ്. അതുകൊണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടുന്നത്. ഇത് പൾപ്പായി പോകാതിരുന്നാൽ ഓവറായി വർക്ക് ചെയ്യേണ്ടി വരും. ഓവറായി ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു മെഷീനുമാണെങ്കിലും കംപ്ലൈൻ്റ് ആയി കിട്ടും. അങ്ങനെ നമ്മുടെ ഡൈജസ്റ്റിംഗ് സിസ്റ്റം കംപ്ലൈൻ്റ് ആകും. കുട്ടികളുടെ മലബന്ധം അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. അത് വയറിളക്കം ഇങ്ങനെ പല തരത്തിലുള്ള അവസ്ഥയിലേക്കും പോകുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതാണ് ഈ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ നമുക്ക് ഇത് ശീലിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഘട്ടഘട്ടമായി അത് കുറച്ചുകൊണ്ട് വരണം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അല്പം ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. സാമാന്യ ബോധ്യമുള്ളവർക്ക് ഇത് മനസ്സിലാകും. വെള്ളം കുടിക്കണം, ധാരാളം വെള്ളം കുടിക്കേണ്ട എന്നല്ല. പക്ഷേ ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കുന്നതിൻ്റെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.